വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗം പശ്ചാത്താപം എന്ന ഒരു കവിതയാണ്. ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ടി ഉബൈദ് എന്ന ആളാണ് കവിത എഴുതിയിട്ടുള്ളത്. ടി ഉബൈദിനെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ജനിച്ച ആളാണ്. പ്രവാചക സ്നേഹിയും പ്രവാചകനെ കുറിച്ചുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദേശസ്നേഹത്തെക്കുറിച്ചുള്ള, അതായത് നമ്മളെ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് പശ്ചാത്താപം എന്നുള്ള കവിത. അപ്പോൾ നബിതങ്ങൾ ബന്ധപ്പെട്ടുള്ള ഒരു കവിത കൂടിയാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൗബ ചെയ്യാന്ന് പറയില്ലേ, ചെയ്ത തെറ്റുകൾക്ക് പാപമോചനം തേടുന്നതിനാണെന്ന് പറയാം പശ്ചാത്താപം എന്ന് പറയാം. അറബിയിൽ തൗബ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് കവിത നോക്കാം. വരുന്നു ഞങ്ങൾ പശ്ചാത്താപ മോടക താരുകൾ വാടി, വരുന്നു തോഹ നബിയെ താവക ചരണബ്ജം തേടി, മറന്നു ബോധവിഹീനം ഞങ്ങൾ സ്വകീയമാവാസം. അപ്പോൾ വരുന്നു ഞങ്ങൾ വരുന്നു പശ്ചാത്താപ മോടക, പശ്ചാത്താപത്തോടു കൂടെ ഞങ്ങൾ വരുന്നു. പശ്ചാത്താപ മോടക അകം എന്ന് പറഞ്ഞാൽ ഉള്ള്. അപ്പോൾ ഉള്ളിൽ പശ്ചാത്താപവുമായിട്ട് ഞങ്ങൾ വരുന്നു. മനസ്സിലായോ? പശ്ചാത്താപമോടകം പശ്ചാത്താപത്തോടു കൂടിയുള്ള അകത്ത് പശ്ചാത്താപത്തോടു കൂടിയുള്ള വരവ് ഞങ്ങൾ വരുന്നു. അകത്ത് മോടകം എന്ന് പറഞ്ഞാൽ അകം എന്ന് പറഞ്ഞാൽ മനസ്സിൽ. അപ്പം മനസ്സിൽ പശ്ചാത്താപത്തോടു കൂടി ഞങ്ങൾ വരുന്നു. ഒന്നുകൂടി നോക്കുക. വരുന്നു ഞങ്ങൾ പശ്ചാത്താപ മോടക താരുകൾ വാടി. താര് പറഞ്ഞാൽ പൂവ്. അപ്പോൾ ഉള്ളിലെ എന്താണ് തെറ്റിൻ്റെ കറകൾ കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലുള്ള തെറ്റ് ചെയ്ത മനസ്സുമായി അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പൂവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. താര് പറഞ്ഞാൽ പൂവ്. അർത്ഥങ്ങൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. അപ്പോൾ അർത്ഥങ്ങൾ അതിന് നിങ്ങൾ എഴുതിയെടുക്കണം. പിന്നെ അതിൽ നിന്ന് കേട്ടിട്ട് അതിൽ പറയാത്ത അർത്ഥങ്ങൾ ഇതിൽ ഞാൻ പറയുന്നുണ്ടാവും, അതും കൂടി എഴുതിയെടുക്കണം. അപ്പോൾ വരുന്നു ഞങ്ങൾ പശ്ചാത്താപ മോടക താരുകൾ വാടി, വരുന്നു തോഹ നബിയെ താവക ചരണബ്ജം തേടി. വരുന്നു തോഹ നബിയെ ഞങ്ങൾ വരുന്നു. താവക നിൻ്റെ, താവക എന്ന് പറഞ്ഞാൽ നിൻ്റെ, താവക ചരണബ്ജം തേടി. ചരണം എന്ന് പറഞ്ഞാൽ ചുവട്, വേര് എന്നൊക്കെ അർത്ഥം. അബ്ജം എന്ന് പറഞ്ഞാൽ താമര. ചരണാബ്ജം. അപ്പോൾ ചരണാബ്ജം എന്ന് പറഞ്ഞാൽ താമരയാകുന്ന വേര് തേടി. അപ്പോൾ നിൻ്റെ അപ്പോൾ നബി തങ്ങളോട് ഒരു താമരയോട് ഉപമിച്ചിട്ട് പറയണം. അപ്പോൾ ചരണാബ്ജം തേടി. അപ്പോൾ നബിയെ നിങ്ങളെ കാൽക്കീയിൽ ഞങ്ങൾ വരുന്നു എന്നർത്ഥം. ചരണം എന്ന് പറഞ്ഞാൽ ചുവട്, വേര് എന്നൊക്കെ അർത്ഥം. അബ്ജത്തിൻ്റെ വേര്, താമരയുടെ വേര്. അപ്പോൾ താമരയുടെ ചുവട്ടിൽ ഞങ്ങൾ വരുന്നു. താവക ചരണബ്ജം തേടി, മറന്നു ബോധവിഹീനം ഞങ്ങൾ സ്വകീയമാവാസം. അപ്പോൾ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. ബോധവിഹീനം, ബോധം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ, അതായത് ഞങ്ങളുടെ യഥാർത്ഥ ബോധം, അതായത് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് തെറ്റ് ചെയ്തിട്ട് നബിയെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുന്നു എന്നർത്ഥം. അപ്പോൾ മറന്നു ബോധവിഹീനം, വിഹീനം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട. മറന്നു ബോധവിഹീനം, ബോധത്തോടു കൂടി ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്വകീയമാവാസം. സ്വകീയം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ആവാസം. വേണമെങ്കിൽ സ്വർഗീയ വാസം എന്ന് നിങ്ങൾ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞങ്ങൾ തെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ആ സ്വർഗീയ വാസം പോലും ഞങ്ങൾക്ക് എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയണത്. മറന്നു ബോധവിഹീനം ഞങ്ങൾ സ്വകീയമാവാസം. ആ വാസം സ്വർഗത്തിലുള്ള ആ താമസം ഞങ്ങൾ എന്തായിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ട് നബിയെ എന്നാണ് ഈ പശ്ചാത്താപി വന്ന് പറയുന്നത്. തുറന്നു പൈശാചികമാം പാതയിൽ നടന്നു സാവേശം, നിരന്നു നിന്ന പരിഷ്കാരത്തിനു വിപണികളിൽ ചെന്ന്, നിറഞ്ഞു പുത്തൻ സംസ്കാരത്തിൻ വിഭവം കൈവന്നു. അപ്പോൾ തുറന്നു പൈശാചികമാം പാതയിൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സ്വാധീനമുള്ള
പാത എന്നാൽ വഴി. തുറന്നു പൈശാചികമാം പാതയിൽ നടന്നു സവേശം. സവേശം എന്ന് പറഞ്ഞാൽ വികാരത്തോടു കൂടി. സവേശം വികാരത്തോടു കൂടി എന്താ തീക്ഷ്ണ വികാരത്തോടു കൂടി, ശക്തമായിട്ടുള്ള വികാരത്തോടു കൂടി എന്താണ് ആ പിശാചിൻ്റെ പാതയിൽ ഞങ്ങൾ നടന്നു. അപ്പോൾ തുറന്നു പൈശാചികമാം. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ എന്തായിട്ടുണ്ട്? പൈശാചികമാം പാത തുറന്നിട്ടുണ്ട്. തുറന്നു പൈശാചികമാം പാതയിൽ, പൈശാചികമായിട്ടുള്ള പിശാചിൻ്റെ സ്വാധീനമുള്ള ആ പാതയിൽ, ആ വഴിയിൽ, ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു നിൽക്കുന്ന പിശാചിൻ്റെ വഴിയിൽ ഞങ്ങൾ നടന്നു സവേശം. തീക്ഷ്ണ വികാരത്തോടു കൂടി ഞങ്ങൾ നടന്നു. അങ്ങനെ നിരന്നു നിൽക്കുന്നുണ്ട് നിന്യ പരിഷ്കാരത്തിനു വിപണികളിൽ ചെന്ന്. അപ്പോൾ ഞങ്ങൾ എവിടെ ചെന്ന് നിന്നു? നിരന്നു നിന്നിട്ടുണ്ട്. എവിടെ നിരന്നു? നിന്യമായിട്ടുള്ള പരിഷ്കാരം എന്ന് പറഞ്ഞാൽ അലങ്കാരം, മോടി എന്നൊക്കെ അറിയാം. അതായത് പുതുതായി ഉണ്ടാകുന്ന പരിഷ്കാരങ്ങളൊക്കെ. അപ്പോൾ നിരന്നു നിന്ന പരിഷ്കാരത്തിനു വിപണികളിൽ ചെന്ന്. വിപണി പറഞ്ഞാൽ അങ്ങാടി, കച്ചവട സ്ഥലം എന്ന് പറയും വിപണി. അപ്പോൾ പിശാചിൻ്റെ കേന്ദ്രമാണ് അങ്ങാടി എന്ന് നബി തങ്ങളുടെ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിരന്നു നിന്ന പരിഷ്കാരത്തിനു വിപണികളിൽ ചെന്ന് ഞങ്ങളവിടെ ചെന്നു. പരിഷ്കാരത്തിൻ്റെ കച്ചവട സ്ഥലങ്ങളിൽ ചെന്ന് ഞങ്ങൾ നിന്നു. നിറഞ്ഞു പുത്തൻ സംസ്കാരത്തിന് വിഭവം കൈവന്നു. നിറഞ്ഞു നിൽക്കുന്നുണ്ട് പുത്തൻ സംസ്കാരങ്ങൾ, പുതിയതായിട്ടുള്ള സംസ്കാരം, ഇസ്ലാമിൻ്റേതല്ലാത്ത പുതുതായിട്ടുള്ള പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിഭവം കൈവന്നുകൊണ്ട് സമ്പത്ത് കൈവന്നു. അപ്പോൾ പിശാചിൻ്റേതായിട്ടുള്ള പുത്തൻ സംസ്കാരങ്ങളും പുത്തൻ പരിഷ്കാരങ്ങൾക്ക് മുമ്പിൽ ആ വിഭവം ഞങ്ങളിലും കൈവന്നു, ഞങ്ങളുടെ കയ്യിലും വന്നു. വിഭവം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. വീണതു ഞങ്ങളെ കൈകളിൽ ചെന്നു ഖുർആൻ തിരുവേദം. വീണതു ഞങ്ങളെ കൈകളിൽ നിന്നു ഖുർആൻ തിരുവേദം. ചേണയിലും തവ പാവന ചരുകൾ വെടിഞ്ഞു ഗതബോധം. തിങ്ങുകയായി മനതാരിൽ തൗഹീദൊളി നിശേഷം. അപ്പോൾ വീണിതു ഞങ്ങളെ കൈകളിൽ നിന്നു. വീണിതു ഞങ്ങളെ കൈകളിൽ നിന്നു. ഞങ്ങളെ കൈകളിൽ നിന്നും വീണു പോയിട്ടുണ്ട് ഖുർആൻ തിരുവേദം. ഖുർആൻ എന്ന തിരുവേദം, ആ ബഹുമാനപ്പെട്ട ആദരവ് നൽകപ്പെടേണ്ട ആ വേദം, ആ ഖുർആൻ എന്നുള്ള വേദം ഞങ്ങളെ കയ്യിൽ നിന്ന് എന്തായിട്ടുണ്ട്? വീണു പോയിട്ടുണ്ട്. ചേണയിലും തവ പാവന ചരുകൾ വെടിഞ്ഞു ഗതബോധം. ചേണയിൽ എന്ന് പറഞ്ഞാൽ തവ പാവന പറഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള, ചരുകൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. അപ്പോൾ ചേണയിലും തവ പാവന ചരുകൾ വെടിഞ്ഞു ഗതബോധം. ഗതബോധം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ബോധം ഞങ്ങൾ എന്തായിട്ടുണ്ട്? വെടിഞ്ഞിട്ടുണ്ട്. ചേണയിലും ഇതിൻ്റെ അഴകിലും അതിൻ്റെ വിശുദ്ധതയിലും ഈ ഖുറാനിൻ്റെ അഴകും ശക്തിയും അതിൻ്റെ വിശുദ്ധതയുമായിട്ടുള്ള ചരുകൾ ഞങ്ങൾ വെടിഞ്ഞിട്ടുണ്ട്. ചരുകൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. അതായത് ഖുറാനിനെ ഒരു മേഘത്തോട് സമാനമാക്കി നിർത്താൻ. അത് മേഘങ്ങൾ എന്താവുന്നുണ്ട്? മഴകൾ തരുന്നുണ്ട്. ആ മഴകൾ കിട്ടുമ്പോൾ സമാധാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്ന പോലെ ചേണയിലും തവ പാവന ചരുകൾ വെടിഞ്ഞു ഗതബോധം. ഞങ്ങളുടെ പഴയ കാലത്തെ ബോധമൊക്കെ എന്തായിട്ടുണ്ട്? ഞങ്ങൾ വെടിയുക പറഞ്ഞാൽ അത് കൈവെടിയുക പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുക എന്നർത്ഥം. തിങ്ങുകയായി മനതാരിൽ തൗഹീദൊളി നിശേഷം. ഞങ്ങളുടെ മനസ്സിലെന്താകുന്നുണ്ട്? മനതാര് പറഞ്ഞാൽ മനസ്സാകുന്ന പൂവ്. മനം പ്ലസ് താര്, മനതാര്. മനതാര് എന്നല്ല മനസ്സാകുന്ന പൂവ്. തിങ്ങുകയായി മനതാരിൽ തൗഹീദൊളി നിശേഷം. തൗഹീദിൻ്റെ ഒളി, തൗഹീദിൻ്റെ പ്രകാശം നിശേഷം മുഴുവനായിട്ട് ഞങ്ങളെ മനസ്സിലെന്താകുന്നുണ്ട്? തിങ്ങി നിൽക്കുന്നുണ്ട്. പാലൊളി വീശും കഅബയെ വിട്ട് മുഖങ്ങൾ തിരിക്കുകയായി. പാലൊളി പറഞ്ഞാൽ ആ പാലിൻ്റെ ഒളി, പാൽ പോലത്തെ പ്രകാശം, വെള്ള നിറത്തിലുള്ള പ്രകാശം. പാലൊളി വീശും കഅബയെ വിട്ട്, ആ പാലൊളി വീശുന്ന വെള്ളപ്രഭ വീശുന്ന കഅബയെ ഞങ്ങൾ വിട്ടിട്ട് മുഖങ്ങൾ തിരിക്കുകയായി. ഞങ്ങളുടെ മുഖങ്ങൾ തിരിക്കുകയായി. എവിടേക്ക്? പാരീസ്, ലണ്ടൻ, മോസ്കോ. പാരീസ് അല്ലേ, പാരീസിലേക്ക്, അതുപോലെ തന്നെ ലണ്ടനിലേക്ക്, മോസ്കോയിലും ഞങ്ങളുടെ മുഖങ്ങളെ ഞങ്ങൾ തിരിക്കുകയാണ്. പൂരികളെ ലക്ഷ്യം വെക്കുകയായി. ആ പാരീസും ലണ്ടനും മോസ്കോയിലുള്ള ആളുകളെ അവിടുത്തെ സംസ്കാരങ്ങളെയൊക്കെ ഞങ്ങളെന്തായി? ലക്ഷ്യം വെക്കുകയായി.
വേഷവിദൂഷകൾ ഓടാചാര വിചാരങ്ങൾ സമസ്തം. എല്ലാ നിലക്കും ഞങ്ങൾ എന്തായി, ലണ്ടനിലേക്കും പാരീസിലേക്കും മോസ്കോയിലേക്കും അവരുടെ വേഷങ്ങൾക്ക് സമാനമായിട്ടുള്ള വേഷങ്ങൾ ഞങ്ങൾ ധരിക്കാൻ തുടങ്ങി. അവർ തിന്നുന്ന ഭക്ഷണത്തോട് സമാനമായിട്ടുള്ള ഭക്ഷണം ഞങ്ങൾ തിന്നാൻ തുടങ്ങി. അവരുടെ സംസ്കാരം ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അതാണ് പറയുന്നത്. പാലടി വീശും കഅബയെ വിട്ട്, കഅബയുടെ സംസ്കാരവും കഅബയിൽ എന്നുള്ള ആരാധനയോടൊക്കെ ഉള്ള ആ ബഹുമാന കാര്യങ്ങളൊക്കെ ഞങ്ങൾ എവിടേക്ക് തിരിഞ്ഞു? ഞങ്ങളുടെ മുഖം പാരീസിലേക്കും ലണ്ടനിലേക്കും മോസ്കോയിലേക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പാരീസിലെയും ലണ്ടനിലെയും മോസ്കോയിലെയും വേഷവും നമ്മളെ എന്താണ് ആ സംസ്കാരമൊക്കെ അതായി മാറും. അങ്ങനെ പാരീസ് ലണ്ടൻ മോസ്കോ പൂരികളെ ലക്ഷ്യം വെക്കുകയായി. വേഷവിദൂഷകൾ ഓടാചാര വിചാരങ്ങൾ സമസ്തം. സമസ്തം എന്നാൽ മുഴുവനായിട്ടും, പൂർണ്ണമായിട്ടും. അപ്പോൾ പൂർണ്ണമായും ഞങ്ങളുടെ വേഷവും വേഷവും വിചാരങ്ങളും ആചാരവും ഒക്കെ ആരോടായി മാറി? ലണ്ടൻ പാരീസ് മോസ്കോയുടെ ആയി മാറി. ഭാഷയും ആശയും ഗതിയും മാറി. ഭാഷ മാറി, ആശ മാറി, ആഗ്രഹങ്ങൾ മാറി, ഗതിയും മാറി. ഗതി പറഞ്ഞാൽ ഗതി ചിഹ്നം വ്യത്യസ്തം. ചിഹ്നം എന്തായിട്ടുണ്ട്? വ്യത്യസ്തമായിട്ടുണ്ട്. മടങ്ങി പാപികളിതി സൽഗുരു തിരുസന്നിധി പൂക്കാൻ അടങ്ങിടാക്കൊതി പോൽ വിനയാന്വിത ഭക്തന്മാരാകാൻ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയും ആശയവും ഗതിയൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ചിഹ്നവും മാറിയിട്ടുണ്ട്. അങ്ങനെ മടങ്ങി പാപികളിതി, ഞങ്ങൾ ഈ പാപികളായിട്ടുള്ള ഞങ്ങളെന്താണ് മടങ്ങി വരണം. സൽഗുരു തിരുസന്നിധി, യഥാർത്ഥ ഗുരുവായിട്ടുള്ള നബിയുടെ സന്നിധിയിൽ, നബിയുടെ സദസ്സിൽ ഞങ്ങൾ നബിയുടെ അടുത്ത് ഞങ്ങൾ എത്താണ്. പൂക്കാൻ അടങ്ങിടാക്കൊതിപ്പോൽ നബിയുടെ തിരുസന്നിധിയിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൊതി അടങ്ങുന്നില്ല. അടങ്ങിടാക്കൊതി, അടങ്ങാത്ത കൊതിയുമായിട്ട്, അടങ്ങാത്ത ആഗ്രഹവുമായിട്ട് നബിയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ വരികയാണ്. വിനയാന്വിത ഭക്തന്മാരാകാൻ, വിനയമുള്ള ഭക്തന്മാരാകാൻ, വിനയമുള്ള അടിമകളാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരുസന്നിധിയിൽ എത്തിച്ചേരാണ് എന്നാണ് കവിതയുടെ ആശയം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അർത്ഥം എഴുതിയെടുക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.